നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ അമേരിക്ക ഇറാനെതിരെ തുടങ്ങിവെച്ചത് അതിശക്തമായ ആക്രമണങ്ങൾ. ഒരാഴ്ചക്കിടയിൽ US നടത്തുന്ന 4ാമത് ആക്രമണം. എന്നാൽ മറുപടി അതിഭീകരമാണ്. സൈപ്രസ് പതാകയുള്ള ഒരു കണ്ടെയ്നർ കപ്പലിന്റെ നേർക്ക് ഇറാനിയൻ ഡ്രോൺ ആക്രമണം. ഇതിനെ തുടർന്ന് ശക്തമായ നിലയിൽ പ്രത്യാക്രമണം അമേരിക്ക നടത്തുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾ വകവയ്ക്കാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി അതിശക്തമായ യുദ്ധമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ സൈനിക നീക്കം ഇറാനും ശക്തമാക്കി. ഒരു മാസം മുൻപ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിലെത്തിയിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത വ്യോമാക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയെന്നോണം തിങ്കളാഴ്ച പുലർച്ചെ മുതൽ കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി ആക്രമണങ്ങൾ നടത്തി. അമേരിക്ക മുൻപ് നടത്തിയ ആക്രമണങ്ങളോടുള്ള പ്രതികരണമായിരിക്കില്ല ഇനി ഇറാന്റേത് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. കണ്ണിന് പകരം കണ്ണ്, അതാണ് തങ്ങളുടെ പുതിയ നിലപാട്. കുവൈറ്റിലെ തന്ത്രപ്രധാനമായ അലി അൽസലേം വ്യോമത്താവളത്തിലെ ഇന്ധന ടാങ്കുകളും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുവെന്ന് IRGC പറയുന്നു. ഇതിനു പുറമെ അഹമ്മദ് അൽ ജാബർ വ്യോമത്താവളത്തിലെ FVS റഡാർ സംവിധാനവും തങ്ങൾ ആക്രമിച്ച് തകർത്തു. കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ എണ്ണ ഖനന കേന്ദ്രത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കുവൈറ്റിന്റെ വടക്കൻ അതിർത്തികളിലേക്കും ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ആക്രമണങ്ങൾ നടക്കുന്നുവെന്നാണ് കുവൈറ്റ് പറയുന്നത്. ഔദ്യോഗികമായി നാശനഷ്ടങ്ങളോ ആളപായമോ ഇതുവരെ കുവൈറ്റ് റിപ്പോർട്ട് ചെയ്തില്ല. മറുവശത്ത് ബഹ്റിനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളത്തിൽ USന്റെ ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, P-8 വിമാന ഹാംഗർ, ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ഡ്രോൺ കപ്പൽ എന്നിവയൊക്കെ തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ബഹ്റിനിൽ 2 തവണ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചു. ജോർദാനിലെ പ്രിൻസ് ഹസൻ വ്യോമത്താവളത്തിലെ US ആയുധപ്പുരയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാനിൽ നിന്ന് വ്യോമാതിർത്തി കടന്ന് 4 മിസൈലുകൾ എത്തിയെന്നും അവ തകർത്തുവെന്നും ജോർദാൻ സൈന്യം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തുടക്കമിട്ടതിന് തൊട്ടുപിന്നാലെ അമേരിക്കൻ സെൻകോം അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന സൂചന നൽകി. ശനിയാഴ്ച US സെൻട്രൽ കമാൻഡ് ഇറാനിയൻ കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണവും ആരംഭിച്ചു. ഇറാനിലെ ബന്ദർ അബ്ബാസ്, കുഷം, മഹ്ഷർ ഉൾപ്പെടെ 12ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ബോംബാക്രമണങ്ങൾ. US ഫൈറ്റർ ജെറ്റുകളും യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഒരേ സമയം ആക്രമണം കടുപ്പിച്ചു. ആക്രമണങ്ങളിൽ ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ദക്ഷിണ തീരത്തെ റഡാർ, ഡ്രോൺ കേന്ദ്രങ്ങളും തകർത്തുവെന്ന് US പറയുന്നു. സമുദ്ര സുരക്ഷ മുൻനിർത്തിയാണ് തങ്ങൾ ഇപ്പോൾ ആക്രമണം തുടരുന്നത് എന്ന് അമേരിക്ക വ്യക്തമാക്കി. എന്നാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അവർ അർഹിക്കുന്ന മറുപടി ലഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഇപ്പോൾ ഭിന്നത പ്രകടമാണ്. ഒമാനും പാകിസ്ഥാനും കേന്ദ്രീകരിച്ച് സമാധാനത്തിനായുള്ള നയതന്ത്ര ചർച്ചകൾ വേണമെന്ന് ഭരണകൂടത്തിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നു. എന്നാൽ അമേരിക്കയോട് കടുത്ത പ്രതികാരം വേണമെന്ന നിലപാടിലാണ് IRGC. ആത്മീയ നേതാവായ മൊജ്തബ ഖമനേയും രക്തത്തിന് രക്തം എന്ന കടുത്ത നിലപാടിലാണ്. സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. ഇറാനിലെ മാഷഹറിലുള്ള ഒരു കാർഷിക പമ്പിംഗ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പറയുന്നു. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങളും പാഴായി എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താമാധ്യമങ്ങൾ പറയുന്നത്. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഭൂപ്രദേശം വിട്ടുകൊടുക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ പറഞ്ഞു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന കടുത്ത മുന്നറിയിപ്പ് നൽകി. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആക്രമണത്തിൽ ഇറാനിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ബന്ദർ അബ്ബാസിൽ യുഎസിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. യുഎസ് നിർമ്മിത ചാവേറ്റ് ഡ്രോണായ ലൂക്കാസ് ആണ് വെടിവെച്ചിട്ടത് എന്ന് ഇറാൻ. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ സൈന്യത്തെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു.
എന്നാൽ കപ്പലുകൾക്കായി ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിട്ടിരിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഹോർമുസിലെ രാജ്യാന്തര ജലപാത നിയമപരമായി കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകൾക്കുമായി തുറന്നിരിക്കുന്നു. യുദ്ധ സാഹചര്യം കൂടുതൽ കനക്കുന്നത് റഷ്യയുടെ ചില ഇടപെടലുകളെ തുടർന്നാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ റഷ്യ തങ്ങളുടെ അത്യാധുനിക വിമാനമായ ഡൂംസ്ഡേ വിമാനം ഇറാനിലെത്തിച്ചു. റഷ്യൻ സർക്കാരിന്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റായി അറിയപ്പെടുന്ന വിമാനമാണ് ഇപ്പോൾ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. റഷ്യയുടെ അതീവ സുരക്ഷിതമായ വാർത്താവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന വിമാനം. റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ എന്നതാണ് ഈ സംഭവ വികാസങ്ങളുടെ ഏറ്റവും വലിയ തലം. ഇതുവരെ പരോക്ഷമായ സഹായങ്ങളാണ് റഷ്യ യുദ്ധതലത്തിൽ ഇറാന് നൽകിയത്. എന്നാൽ റഷ്യക്കെതിരെ അമേരിക്ക ഉയർത്തുന്ന ആരോപണങ്ങൾ പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് ഇറാന് പരസ്യ പിന്തുണയുമായി റഷ്യ കളത്തിലിറങ്ങി. ഈ യുദ്ധത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് യുദ്ധം പോലുള്ള അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായി ഉപയോഗിക്കുന്ന ഈ വിമാനം ഒരു സാധാരണ യാത്രാ വിമാനമായ Tu-214 അടിമുടി പരിഷ്കരിച്ച് ഒരു പറക്കുന്ന കമാൻഡ് സെന്ററാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വിമാനത്തിൽ റഷ്യ. എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങൾ, സുരക്ഷിത ഡേറ്റ ലിങ്കുകൾ, ടുപ്പോളോവിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. ശത്രുക്കളുടെ ഭീഷണികൾക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ വിമാനം സഹായകരമാകും. ഒരു അടിയന്തര സാഹചര്യമോ യുദ്ധമോ ഉണ്ടായാൽ റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് ആകാശത്തിരുന്നുകൊണ്ട് തന്നെ രാജ്യത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ ഈ വിമാനം സഹായിക്കും. സമാനമായ തലത്തിലാണ് ഇപ്പോൾ ഇറാൻ നേതാക്കളെ സംരക്ഷിക്കാൻ റഷ്യ വിമാനം ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യാത്രകൾ നിയന്ത്രിക്കുന്ന റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രൺ ആണ് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടർബോഫാൻ എഞ്ചിനുള്ള ഈ വിമാനത്തിന് ഏകദേശം 6500 കിലോമീറ്റർ ദൂരം വരെ ഒറ്റയടിക്ക് പറക്കാൻ കഴിയും. മണിക്കൂറിൽ 850 കിലോമീറ്റർ വേഗത. തുടർച്ചയായ സുരക്ഷാ നിരീക്ഷണങ്ങൾക്കും സൈനിക മേധാവികളുടെ സുരക്ഷിത യാത്രകൾക്കും ഉപയോഗിക്കുന്ന വിമാനം. വിരലിലെണ്ണാവുന്ന Tu-214 വിമാനങ്ങൾ മാത്രമാണ് റഷ്യ ഇതിനകം നിർമ്മിച്ചത്. അത്രയും നിർണായകമായ വിമാനമാണ് ഇപ്പോൾ റഷ്യ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ അറ്റകൈ പ്രയോഗം. ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന ഭയം അന്താരാഷ്ട്ര സമൂഹത്തിന്. ഇറാനും യുഎസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ കാലാവധിയായ 60 ദിവസങ്ങളുടെ പകുതിയിലാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഒരു യുദ്ധം എന്ന തലത്തിലേക്ക് അമേരിക്ക ഇതിനെ വിലയിരുത്തുന്നില്ല. അമേരിക്കൻ സൈന്യം ഇറാനെ കഠിനമായി ആക്രമിച്ചുവെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അമേരിക്ക ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടും ഇസ്രയേൽ ഇപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇറാനിൽ ഇപ്പോൾ യുഎസ് നടത്തുന്ന ആക്രമണങ്ങളിൽ പങ്കുചേരുകയോ ടെഹ്റാന്റെ പ്രതികാര ബോംബാക്രമണത്തിന് ഇരയാവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇസ്രയേൽ. ഏറ്റവും പുതിയ ആക്രമണ തരംഗങ്ങൾ അവസാനിച്ചു എന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തിപ്പെടുത്തിയത്. തുടർന്ന് അതേ നാണയത്തിൽ പ്രത്യാക്രമണം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ വടക്കൻ കുർദിസ്ഥാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പായ കുർദിസ്ഥാൻ ഫ്രീഡം പാർട്ടിയുടെ സായുധ വിഭാഗത്തിൽപ്പെട്ട ഒരു ബേസ് തിങ്കളാഴ്ച ഡ്രോൺ ആക്രമണത്തിന് വിധേയമായി. ഏകപക്ഷീയ കരാറുകളുടെ യുഗം അവസാനിച്ചു എന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കറും പ്രധാന ചർച്ചാ സംഘാംഗവുമായ മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും. ഹോർമുസ് കടലിടുക്കിലൂടെ 140 കപ്പലുകൾ ദിവസേന കടന്നുപോകുന്നു എന്നാണ് യുഎസ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇറാനും കഴിയുന്നു. അവരുടെ മിസൈൽ ഡ്രോൺ ശേഖരം അസ്തമിച്ചിട്ടില്ല എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.